ഹലോ ഗായ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓട്ടോമേറ്റഡ് ഇൻ്റലിജൻറ്റ് വീഡിയോ ബിൽഡറാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ ബിൽഡർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനായാസം വീഡിയോസ് നിർമ്മിക്കാൻ പറ്റും, അതും സ്റ്റോക്ക് ഇമേജസും സ്റ്റോക്ക് ഫോട്ടോസും ഉപയോഗിച്ചുകൊണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രോംപ്റ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ക്രിപ്റ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു വീഡിയോ നിങ്ങൾക്ക് റെഡിയാക്കി തരും. അത് സ്റ്റോക്ക് ഇമേജസും സ്റ്റോക്ക് ഫോട്ടോസും ആണ്, അല്ലാതെ AI വെച്ചിട്ട് ജനറേറ്റഡ് വീഡിയോസ് അല്ല. ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു. സോ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് വേർഷനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വേർഷനാണ് ഫസ്റ്റ് വേർഷൻ. ഈ ഒരു വേർഷനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ലോഗിൻ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. AI ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, AI സ്റ്റോറി ബോർഡ്. ഇതൊരു കുറച്ച് ദിവസം കൊണ്ടുള്ള ഒരു 6 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു അപ്ഡേറ്റ് വന്നത് നമ്മൾ പുതിയൊരു പേരിൽ ഇത് ഇറക്കുന്നതായിരിക്കും. വളരെ മികച്ച കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കും. പിന്നെ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. സോ ഇതിനകത്ത് മെയിനായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന AI ഫീച്ചർ AI സ്റ്റോറി ബോർഡിലും AI ക്യാൻവാസിലുമാണ് ഉള്ളത്. സോ സ്റ്റോറി ബോർഡ് ഫീച്ചേഴ്സ് ഇമ്പ്രൂവ്മെൻറ്റ്സിന് ശേഷം ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. സോ 6 ദിവസം ഇന്ന് 9/2/2026 അത് കഴിഞ്ഞിട്ട് ഒരു 6 ഡേയ്സ്. സോ AI ക്യാൻവാസ് ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചില്ല. ഇതിനകത്ത് AI യൂസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ChatGPTയോ അങ്ങനെ അതിൻ്റെ API കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ AI ഫീച്ചറിനകത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസാണുള്ളത്. ടെക്സ്റ്റ് വീഡിയോ. നിങ്ങൾ ടെക്സ്റ്റ് വീഡിയോ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊണ്ടുവന്ന് എഴുതുക. പ്രോംപ്റ്റ് വെച്ചിട്ട് AI ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വരെ, മാക്സിമം AI പ്രോംപ്റ്റ് വെച്ചിട്ട് 5 മിനിറ്റ് വരെ കിട്ടത്തുള്ളൂ. 5 മിനിറ്റ് വരെയുള്ള വീഡിയോ അത് ഇമേജസും സ്റ്റോക്ക് ഇമേജസൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിത്തരും. പിന്നെ URL ടു വീഡിയോ, ഏതെങ്കിലും നല്ലൊരു ബ്ലോഗിൻ്റെ വീഡിയോസ് കൊണ്ടുവന്ന് ബ്ലോഗിൻ്റെ പോസ്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോസ് ഉണ്ടാക്കിത്തരാം. എത്രയോ കണ്ടൻറ്റ് ആയിക്കോട്ടെ, ഒരു 15 മിനിറ്റ് വരെ നീളമുള്ള വീഡിയോസ് മാക്സിമം ഉണ്ടാക്കി തരാൻ പറ്റും. പിന്നെ ഒരു PDF ടു വീഡിയോ, ഒരു PDF ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ടൊരു വീഡിയോ. പിന്നെ സ്ക്രിപ്റ്റ് വീഡിയോ, നിങ്ങളെ തന്നെ സ്വന്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഒരു 5000 ക്യാരക്ടർ വരെ വരുന്ന സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് വരെയുള്ള ഒരു ഒറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ ക്രിയേഷനകത്ത് നിങ്ങൾക്ക് ലാംഗ്വേജസ് ഉണ്ട്. പല ലാംഗ്വേജസ് ഉണ്ട്. സോ ഇംഗ്ലീഷാണ് നമ്മൾ മോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഡിഫോൾട്ട് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാം. പിന്നെ ബാക്കി ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. പ്രൊഫഷൻസി ഉണ്ടായിരിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ AI ആണ് ഈ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് ഈസിലി കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് AI സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് കാണാം. സോ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ AI ജനറേറ്റഡ് വീഡിയോസിന് ഏത് സ്റ്റൈൽ വേണം, സിനിമാറ്റിക് വേണോ, ഫോട്ടോഗ്രാഫി വേണോ. സോ ഈ സ്റ്റോക്ക് ഇമേജസും എല്ലാം ഈ ഒരു സ്റ്റൈലിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആനിമയാണ്, ഈ ആനിമെ റിലേറ്റഡ് സ്റ്റോക്ക് ഇതായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഒന്നും സെലക്ട് ചെയ്തിടാം. ബൈ ഡിഫാൾട്ട് ഒരു ഡിഫാൾട്ട് സ്റ്റൈൽ AIക്ക് ചൂസ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ ഡ്യൂറേഷൻ, ബൈ ഡിഫാൾട്ട് ഡ്യൂറേഷൻ നിങ്ങൾക്ക് 15 സെക്കൻഡ് മാക്സിമം 5 മിനിറ്റ് വരെയാണ് പ്രോംപ്റ്റിനകത്ത് പറ്റുന്നത്. അത് ടെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്ന ഫീച്ചറിനകത്ത് പറ്റുന്നത്. പിന്നെ ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ വെർട്ടിക്കലൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ പോസ്റ്റ് നല്ലതാണ്. ലാൻഡ്സ്കേപ്പ് നമുക്ക് ലോങ് ഫോർമാറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. വീഡിയോ ടൈപ്പ്, സോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അതായത് നിങ്ങൾ കണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ടും കുഴപ്പമില്ല, AIക്ക് തന്നെ മനസ്സിലാക്കി ചെയ്യാൻ നോക്കിക്കോളും. പിന്നെ ഓട്ടോ വോയിസ്, നിങ്ങൾക്ക് എന്ത് വോയിസ് ആണ് വേണ്ടത്. ഇതിനകത്ത് കുറച്ച് വോയിസ് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ജെൻഡറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും തന്നെ ഇഷ്ടപ്പെട്ടവൻ ചൂസ് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുമെങ്കിൽ തരും. പിന്നെ മീഡിയ എന്ന് വെച്ചാൽ സ്റ്റോക്ക് മീഡിയസും ഉണ്ട്, AI ജനറേറ്റഡ് മീഡിയ എന്ന് വെച്ചാൽ കുറച്ച് AI ഇമേജസ് അത് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും. സ്റ്റോക്ക് മീഡിയസ് ഉപയോഗിക്കുകയാണെങ്കിൽ AI അല്ലാത്ത ഇമേജസ്, അതായത് സ്റ്റോക്കായിട്ടുള്ള ഇമേജസും കുറേ സ്റ്റോക്ക് വീഡിയോസൊക്കെ കാണാം, അതും എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം ആ റിലവൻറ്റ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും തരുന്നത്. പിന്നെ URL ടു വീഡിയോയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്യൂറേഷനും സംഭവം ബാക്കി ഫീച്ചേഴ്സും എല്ലാം കാണാൻ പറ്റും. PDF വീഡിയോയിലും ആ ഒരു ഡ്യൂറേഷനും സംഭവമൊക്കെ വെച്ച് കാണാൻ പറ്റും. ഈ സ്ക്രിപ്റ്റ് വീഡിയോസിനും 5 മിനിറ്റിന് ഡ്യൂറേഷനൊക്കെ ലിമിറ്റ് ഇപ്പം കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് 15 മിനിറ്റ് വരെയുള്ള വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യാൻ അടുത്ത അപ്ഡേറ്റിന് ശേഷം പറ്റുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വാട്ട് ഈസ് സ്റ്റെയിൻ, ഓക്കെ, ഇങ്ങനെ ചുമ്മാ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെയൊക്കെ വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. സോ ബൈ ഡിഫോൾട്ട് ഞാൻ ഇവിടെ വേറെ ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓറിയൻറ്റേഷൻ 16:9 ആയിരിക്കും മോസ്റ്റ് ഒബ്വിയസ്ലി ചൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സ്റ്റൈൽ ഐക്ക് ബെസ്റ്റ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ സ്റ്റൈൽ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. മീഡിയ മോസ്റ്റ്ലി സ്റ്റോക്ക് മീഡിയ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു ചോയ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിലോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ സ്ക്രിപ്റ്റിംഗ്. അത് AI, ChatGPT, ജെമിനി ഇതൊക്കെ നമ്മളൊരു പ്രോംപ്റ്റ് ഇട്ട് കൊടുത്താൽ അത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരത്തില്ല. അതുപോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ API പോയിട്ട് വേറെ സ്ഥലത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരും. പിന്നെ വിഷ്വൽ ജനറേഷൻ. അത് സ്ക്രിപ്റ്റിംഗ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സാണ് വിഷ്വൽ ജനറേഷൻ. ആ ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ AI ഇമേജസ് ഉണ്ടാക്കും, വീഡിയോസ് ഉണ്ടാക്കും. അതെല്ലാം സ്റ്റോക്ക് ഇമേജസും വീഡിയോസും ആണ്. പിന്നെ AI ഇമേജസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ AI ഇമേജസ് വേണമെങ്കിൽ AI ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ AI ഇമേജസ് കുറച്ച് ഉണ്ടാക്കിയിട്ട് തരും. പക്ഷേ ഈ സ്റ്റോക്ക് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അഭിപ്രായമായിട്ട് എനിക്കുള്ള തോന്നുന്നത്. പിന്നെ ഓഡിയോ സിന്തസിസ്. അത് ഒരു ഓഡിയോ സിന്തസിസിൽ പോയിട്ട് ആ ഒരു ഓഡിയോ ഒക്കെ ഉണ്ടാക്കി ആ ഒരു കണ്ണിന് പറ്റിയ ഓഡിയോയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്കൊരു നല്ലൊരു പരുവത്തിലാക്കി തന്നിട്ട് ഫൈനലൈസ് റെൻഡർ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ആക്കാനുള്ള ഒരു ആവശ്യത്തിന് ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ അത് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മളെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടെങ്കിൽ നമ്മുടെ വിഷ്വൽ ജനറേഷനോട്ട് പോയിട്ടുണ്ട്. വിഷ്വൽസും പതുക്കെ ജനറേറ്റ് ആയി തുടങ്ങും. അതായത് സ്റ്റോക്ക് ഇമേജ്, സ്റ്റോക്ക് വീഡിയോസ് ഒക്കെ ആയിരിക്കും അധികം താണ്ട. അത് ഓരോന്നായിട്ട് അത് ചൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പറ്റിയ ഇമേജസ്. സോ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അത് സ്റ്റോറി ബോർഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചറുണ്ട്. സോ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം ഒരു 6 days കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വളരെ മികച്ച കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുവാണ്. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഫീച്ചർ അടിമുടി മാറും. സോ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ട് ഒരു ഉപയോഗവും ഇല്ലാതെ ഇപ്പോൾ മൊത്തത്തിൽ മാറും. സോ അത് ആയി വരുമ്പോഴത്തേക്ക് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോയും എല്ലാം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച്. ഇതൊരു നോർമൽ വീഡിയോ എഡിറ്റർ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച്. ഓരോ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് അങ്ങനെ ചെയ്യുന്നതാണ്. സോ അത് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് കിട്ടും. ഈ ഒരു ടെംപ്ലേറ്റ്സിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് ഇമേജസ് ഇട്ടിട്ടും കണ്ടൻ്റൊക്കെ കൊടുത്ത് AI കൊണ്ട് വോയിസ് ഓവർ ചെയ്ത് നമുക്ക് ഒരു വീഡിയോ പോലെ പ്രസൻറ്റേഷൻ വീഡിയോ പോലെ ആക്കിയെടുക്കാൻ പറ്റും. സോ അതിനകത്ത് കണ്ട നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ തന്നെ കുറേ ടെംപ്ലേറ്റ് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് വരുവാണെങ്കിലും അവിടെയും കുറേ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ അതൊക്കെ ഒന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ അത് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്പീഡ്. ഫുൾ ഓൺലൈനാണ്, നമ്മുടെ സെർവറിലാണ് ഇതെല്ലാം കിടക്കുന്നത്. സോ ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സിനകത്ത് ഇമേജസ് മാറ്റാം, എല്ലാം എഡിറ്റ് ചെയ്യാം. ആ ഫീച്ചറൊന്നും AI വെച്ചിട്ടുള്ളൊരു ഫീച്ചറുള്ളപ്പോൾ ഈ ഫീച്ചർ ആരും നോക്കാനാണെന്ന് നമ്മൾ പലരും വിചാരിക്കും. പക്ഷേ ഈ ഫീച്ചർ വേണ്ടവർക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ ഈ ഒരു ഫീച്ചർ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരും. അതായത് നിങ്ങൾ ജസ്റ്റ് ഇത് കണക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതാണ്. സോ നമുക്ക് നമ്മളെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ആ ഒരു പ്രോസസ്സ് മൊത്തം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഓഡിയോ സിന്തസിസും ഇമേജസും എല്ലാം വന്നൊരു എക്സ്പ്ലനേഷൻ പോലെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സോ നോക്കുന്നതിന് മുമ്പായിട്ട് സൈഡിലുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാം. സോ ഇവിടെയാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മീഡിയ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുനിന്നോ എവിടെ ഒക്കെ നമുക്ക് വീഡിയോസും ഇമേജസും ഒക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ സ്റ്റോക്കായിട്ടുള്ള ഇപ്പം വീഡിയോസ് സെക്ഷനാണ് കിടക്കുന്നത്. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ഇമേജസ് അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇമേജസും വീഡിയോസൊക്കെ വേണ്ടത് സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ AI എന്ന് പറയുന്ന ഫീച്ചറിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് അത് കൊടുക്കുന്ന മുമ്പേ താഴെ ഈ ഒരു വേണ്ട ആ ഒരു സൈസൊക്കെ കൊടുത്തിട്ട് വേണം പ്രോംപ്റ്റ് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ രീതി വരും. പിന്നെ ആർട്ടിസ്റ്റ്ലി എന്ന് പറഞ്ഞൊരു വൺ ടൈം പ്രൈസിന് കിട്ടുന്ന ഒരു അടിപൊളി ഒരു AI ഇമേജ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്കിയുള്ള ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് മന്ത്ലി നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്ത്
കൊണ്ടേയിരിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വർക്കാകത്തുള്ളൂ. ആക്ച്വലി അങ്ങനെയല്ല, നിങ്ങൾക്ക് വൺ ടൈം പ്രൈസിൽ അതിപ്പോൾ കിട്ടും. വൺ ടൈം പ്രൈസിൽ നിങ്ങൾക്ക് മേടിച്ച് ജസ്റ്റ് അതിൻ്റെ API കീ ഉണ്ട്, API കീ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ആ ഒരു ഇമേജസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇമേജസൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് വൺ ടൈം പ്രൈസ് നമുക്ക് മേടിച്ചാലും വേർതിറ്റാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നതാണ്. സോ അത് നമുക്ക് ആവശ്യമല്ല, ചിലവരുടെ പ്രൊഫൈൽ ഇത് കാണത്തില്ല, പക്ഷേ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഈ മന്ത്ലി ബേസിലുള്ള നമ്മൾ AI ഒന്നും നമ്മൾ ഇതിനകത്തോട്ട് അങ്ങനെ കൊണ്ടുവരുന്നില്ല. കാരണം ഒരു വൺ ടൈം പ്രൈസ് പ്ലസ് ഒരു ചെറിയൊരു റിക്കറൻറ്റ് ഫീ, വളരെ തുച്ഛമായിട്ടുള്ളൊരു വൺ ടൈം പ്രൈസിൽ 10% എല്ലാം വരുന്ന ഒരു റിക്കറൻറ്റ് ഫീ ഇയർലി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ മന്ത്ലി വരുന്ന സംഭവമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് വർത്ത് ഇറ്റ്. പക്ഷേ നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് പ്രീസെറ്റ് താഴെ വരേണ്ട ടെക്സ്റ്റും കാര്യമല്ല, പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ, ഇമേജിൻ്റെ സ്റ്റൈലാണ് കേട്ടോ. അത് ഇങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു സ്റ്റൈലിലൊക്കെ അത് വരും, ജെഫ്രി എപ്സ്റ്റീൻ, ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ സ്ക്രിപ്റ്റ് നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തന്ന സ്ക്രിപ്റ്റാണിത്. AI ഇപ്പം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ സീൻ 1 എപ്സ്റ്റീൻ ആരാണ് എന്താണെന്നൊക്കെ പറയുന്ന ഒരു പ്രൊഫൈൽ പറയുന്നുണ്ട്. പിന്നെ സീൻ 2, സീൻ 3, പിന്നെ ആഡ് സീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. AI നിങ്ങൾക്ക് വേണ്ടി ഒരു 2 മിനിറ്റിനകത്ത് 5 മിനിറ്റിനകത്ത് ഒരു സീൻ ഉണ്ടാക്കി തന്നു. പിന്നെ നിങ്ങൾക്കിത് 15 മിനിറ്റ് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ തന്നെത്താനെ പ്രയത്നിക്കേണ്ടി വരും. ഈ ഒരു AI വെച്ചിട്ടുള്ള പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഡ് ന്യൂ സീൻസ് കൊടുക്കാം. അന്നേരം പുതിയൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട്, പക്ഷേ ഇവിടെ അങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരു വലിയ സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ ChatGPTയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് 2 ഇതെന്ന് പറഞ്ഞാൽ. അതിനകത്ത് നിങ്ങൾക്ക് 15 മിനിറ്റ് വരെ നീളത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി കസ്റ്റമൈസേഷനോ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അടുത്ത സീനായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മീഡിയയ്ക്ക് അതിന് ഇമേജസോ കാര്യങ്ങളോ എടുത്തിടാൻ പറ്റും. പിന്നെ സബ്ടൈറ്റിൽസ്, ഈ താഴെ കാണുന്ന സബ്ടൈറ്റിൽസിൻ്റെ പല സ്റ്റൈലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് കണ്ട ഫോണ്ടും മറ്റേ അലൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സബ്ടൈറ്റിൽസ് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. സോ വളരെ വർത്ത് ഇറ്റ് അല്ലേ. പിന്നെ ടൈറ്റിൽ, നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പോ എവിടെയെങ്കിലും ഒരു ടൈറ്റിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഇടണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ടൈറ്റിൽ. പിന്നെ ഓവർലേ, നിങ്ങൾക്ക് ഒരു ഇപ്പം സെയിൽസിനെ പറ്റി, നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ സെയിൽസിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ഡീൽ, ആ ഒരു സാധനം നിങ്ങൾ അപ്ലോഡ് ചെയ്ത്, നിങ്ങളൊരു ബാഗോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു ഹോട്ട് ഡീൽ 50% ഓഫ് ആ സാധനമൊക്കെ എടുത്തിടാൻ പറ്റും. പിന്നെ മ്യൂസിക്, ഇത് ആൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു തന്നിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് റോയൽറ്റി ഫ്രീ മ്യൂസിക്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് എടുത്തിടാം. പിന്നെ വോയിസ് ഇപ്പോൾ ഒരു വോയിസ് ചൂസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് മാനുവലി കുറേ വോയിസ് ചൂസ് ചെയ്യാം. പിന്നെ ക്ലോൺ വോയിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അതും വൺ ടൈം പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇച്ചിരി പ്രൈസ് ആയിരിക്കും, ഒരു $150, $180, $207 സംതിങ് എന്തോ ആവും. പക്ഷേ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലോൺ ചെയ്തിട്ടുള്ള വോയിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇത് ഇടാൻ കാരണം വൺ ടൈം പ്രൈസാണ്. നിങ്ങൾ ഒരു പെർപെച്വൽ ഓണർ, ലൈഫ് ടൈം ഓണർ എന്ന രീതിയിലായിരിക്കും മാറുന്നത്. സോ അതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വോയിസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫീച്ചർ ഇനി കൊണ്ടുവരുന്നുണ്ട്, വൈകാതെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സീനൊക്കെ കണ്ടു. was an American financier known for managing private wealth and high-profile connections. He was born in 1953 and began his career teaching before moving into finance in New York. In the 90s, and legal investigations emerged publicly. Allegations of sexual abuse by Epstein emerged in media reporting and police complaints in the early 2000s. സോ ഇതെല്ലാം നിങ്ങൾ നോക്കുക, ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമേജൊക്കെ അപ്ലോഡ് ചെയ്ത് മാറ്റാം, വീഡിയോ അപ്ലോഡ് ചെയ്ത് മാറ്റാം, ഇഷ്ടമുള്ള വീഡിയോ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ആസ് യു വിഷ്, നിങ്ങൾക്കാണ് ഫുൾ എബിലിറ്റി. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സേവ് കൊടുക്കുക. പിന്നെ റെൻഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെൻഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കുറച്ച് നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെൻഡറായി വരും. റെൻഡറായി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ വരും. ആ മെയിൽ വരാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തിടാൻ പറ്റും. മെയിൽ വരും, അന്നേരം നിങ്ങൾക്ക് വന്ന് ഇവിടെ കയറി ഡൗൺലോഡ് ചെയ്ത്
അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ബേറ്റ വെർഷന് ഏജൻറ്റ് എന്ന് പറയുന്ന സംഭവം. സോ നമ്മൾ പെർപ്പച്വലായിട്ട് നിങ്ങൾ ലൈഫ് ടൈം ഡീൽ മേടിച്ചാലും വർഷം നമ്മൾ 10% എമൗണ്ട് മേടിക്കുമെന്ന് പറയുന്നതിൻ്റെ പിന്നെ പ്രധാന കാരണക്കാരൻ ഇവനാണ്. സോ ഇത് നമ്മൾ AI ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം ഇതിപ്പോൾ 9:16 അല്ലേ, ക്യാൻ യു ചേഞ്ച് ദ വീഡിയോ ടു ഓക്കെ, ഇത് 16:9 അല്ലേ, 9:16. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതി മാറ്റിത്തരാനായിട്ട് AI ശ്രമിക്കും. ഇതൊക്കെ മാറ്റിത്തരും. പിന്നെ ചില കാര്യങ്ങൾ AIക്ക് ഇപ്പം പറ്റത്തില്ല, അത് കാരണം ബേറ്റ വേർഷനാണ്. ആ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ലാൻഡ്സ്കേപ്പിൽ നിന്ന് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഒക്കെ ആക്കി ആ ഒരു വീഡിയോ മാറ്റിത്തരും. അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഫീച്ചറാണ്. സോ ഈ ഒരു ഫീച്ചറിന് വേണ്ടി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വർഷത്തിൽ ഒരു ചെറിയൊരു ചാർജ് നമ്മൾ ഈടാക്കുന്നത്. കാരണം ഇതിന് അഡീഷണൽ നമുക്ക് ചെറിയ വളരെ തുച്ഛമായ കോസ്റ്റൊക്കെ ആവുന്നതാണ്. അതുകൊണ്ടാണ് അതിനങ്ങനെ വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സംഭവം ചില സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ചില സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അത് കറണ്ട് സ്റ്റാറ്റസാണ്. ഫ്യൂച്ചറിൽ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിവിടെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യമെല്ലാം ഇനി വരും. അന്നേരം ജസ്റ്റ് നിങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലോട്ടും മെയിനായിട്ട് നമുക്ക് ഓട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു തേർഡ് പാർട്ടി ഇൻ്റഗ്രേഷൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു കോസ്റ്റ് കൊണ്ട് അതും ഇയർലി കോസ്റ്റിനകത്ത് വരും. ഒരു ചെറിയൊരു എമൗണ്ടേ വരത്തുള്ളൂ. നിങ്ങൾ ടോട്ടൽ ഒരു 5,000 റുപ്പീസോ 4,000 റുപ്പീസോ ചിലവാക്കിയായിരിക്കും ഇത് പർച്ചേസ് ചെയ്യുന്നത്. അന്നേരം ഇയർലി ഒരു 560 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്യുന്നത് ഈ ഓട്ടോ പോസ്റ്റിനും മറ്റേനും ഒക്കെ വേണ്ടിയാണ് ചാർജ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ നമുക്ക് Jeffrey Epstein was an American financier known for managing private wealth and high-profile connections. He was born in 19 financial firms and in media reporting and scrutinized. Nude case led to. സോ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങളിപ്പം ഫേസ്ബുക്കിലായിരിക്കും, ചിലപ്പം വാട്സാപ്പിൽ ഒരു ലിങ്ക് കിട്ടിയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ ഒപ്റ്റിസോഡ് AI ടെക് എന്ന് പറഞ്ഞ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ആ പേജിൽ പോയിട്ടോ, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് optisode.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ഒപ്റ്റിസോഡ് AI ടെക്. അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തോ, എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനം ഇപ്പം അടുത്ത ഒരു 14 ഡേയ്സിലേക്ക് നമ്മൾ ഒരു വൻ ഓഫറിലൊക്കെ തരാം. ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു 6 ഡേയ്സും കൂടെ നമ്മുടെ ഒരു ഓഫർ ഒക്കെ ഇട്ട് തരും. ആ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ പ്രൈസ് കൂട്ടും. അതായത് ആ അപ്ഡേറ്റിന് മുമ്പ് മേടിക്കുന്ന ആദ്യത്തെ ഒരു 10-20 പേർക്ക് നമ്മൾ വൺ ഡിസ്കൗണ്ടിൽ ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുക്കും. ഒരു 3,000-5,000 റേഞ്ച് എന്നൊരു എമൗണ്ടിൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കും. പിന്നെ ബാക്കി പിന്നീട് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രൈസ് ഉറപ്പായിട്ടും കൂടും. കാരണം അവർക്ക് ഈ പുതിയ ഫീച്ചർ ഉൾപ്പെടെയാണ് അവർക്ക് കിട്ടുന്നത്. പഴയ ആൾക്കാർക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു ഫീച്ചർ കൊടുക്കും. സോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ആദ്യത്തെ 10-20 ആൾക്കാർക്കാണ് നമ്മൾ ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത്. സോ 20 ആൾക്കാരിൽ ഇപ്പം ഒരു 2-3 പേര് ഇപ്പോൾ ആൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു 17-18 പേർക്ക് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസ് ഒരു 3,000 റുപ്പീസ് 5,000 റുപ്പീസ് ആ റേഞ്ചിൽ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കും. അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. ആദ്യം വരുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ 3,000 റുപ്പീസ് ആയിരിക്കും. പിന്നെ ആദ്യത്തെ 10 പേരെന്ന് പറയുമ്പോൾ ഇനി 7 പേര് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് നമ്മൾ 4,000 5,000 എന്നൊരു റുപ്പീസിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഉള്ള ഓരോരുത്തർക്കും ചിലപ്പോൾ മന്ത്ലി ചാർജ് ആയിരിക്കും വരുന്നത്. പിന്നെ ആദ്യത്തെ 20 പേര് കഴിഞ്ഞ് ബാക്കി പേരൊക്കെ മന്ത്ലി ചാർജ് ആക്കാനും സാധ്യതയുണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ലോക്കിൻ ചെയ്യുക. പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് നന്ദു വി. ഫേസ്ബുക്കിൽ നന്ദു ലീന വിദ്യുത് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. എൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയുടെ അനുബന്ധിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ വെബ്സൈറ്റ് optisode.com ഈ AVB മാറ്റിക്കഴിഞ്ഞാൽ optisode.com എന്ന് പറഞ്ഞ എൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇൻക്വയറി ചെയ്യാം, പർച്ചേസ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന്
9-നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, 14th വരെ നമ്മൾ ഒരു 3000 രൂപീസിനകത്തുള്ള ഓഫർ പ്രൈസ് വെക്കാം. പിന്നെ അടുത്തുള്ള ഒരു ആഴ്ചത്തേക്ക് നമുക്ക് 3000 to 5000 റേഞ്ചിനുള്ള ഓഫർ പ്രൈസ് വെക്കാം. നമ്മൾ അപ്ഡേറ്റ് ഒരു 14, 15, 16 ആകുമ്പോഴത്തേക്കായിരിക്കും വരുന്നത്. പിന്നെ ആ ഒരു വീക്കിൽ നമ്മൾ ഇച്ചിരി ഓഫർ 4000 റേഞ്ചിനോ വല്ലതും കൊടുക്കാം, 4000 to 5000. അതിന് ശേഷമുള്ളതിന് നമ്മൾ പ്രൈസ് എന്തായാലും കൂട്ടും, അല്ലെങ്കിൽ മന്ത്ലി പ്രൈസിനാക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ടൂൾ പർച്ചേസ് ചെയ്യാൻ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.